ഡോക്ടർ ഉമറും സംഘവും പദ്ധതിയിട്ടത് വൻ ആക്രമണമെന്ന് ഞെട്ടിക്കുന്ന വിവരം. 32 കാറുകൾ ഇതിനായി വാങ്ങാൻ പദ്ധതിയിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ രാജ്യ തലസ്ഥാനത്തെ പലയിടങ്ങളിലും ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് പദ്ധതിയിട്ടത്. പഴയ കാറുകൾ വാങ്ങാൻ ശ്രമം നടത്തി, കാറുകളിൽ വൻ സ്ഫോടനം പദ്ധതിയിട്ടു. ഉമറിന്റെയും മുസമ്മലിന്റെയും ഡയറികൾ കണ്ടെത്തിയിരിക്കുന്നു. ഡയറികളിലുള്ളത് നിർണായക വിവരങ്ങളാണ്. നവംബർ 8 മുതൽ 12 വരെയുള്ള വിവരങ്ങൾ കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വളരെ ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഡയറിയിൽ നിന്ന് ശേഖരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 32 കാറുകൾ വാങ്ങാൻ പദ്ധതിയിട്ടു എന്ന് പറഞ്ഞാൽ 32 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി എന്നാണോ? നോബൽ മാരിക്കാരൻ കേൾക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന ഉമറിന്റെയൊക്കെ മുസമ്മലിന്റെയും ഡയറികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വലിയ ഒരു ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ സൂചനയാണോ? അരുൺ, വലിയ ആക്രമണത്തിന് ഉമർ സംഘവും പദ്ധതിയിട്ടു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാറുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഇവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. നിലവിൽ 32 കാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങാനുള്ള പദ്ധതി ഇട്ടിരുന്നു. എല്ലാം പഴയ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാനുള്ള പദ്ധതിയായിരുന്നു ഇവരുടെ ഭാഗത്ത് ഉണ്ടായത്. ഇതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി സ്ഫോടനം നടത്തുക എന്നാണ് ഇവർ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ ഉമറിന്റെ എക്കോസ്പോർട്ട് കാർ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. അതോടൊപ്പം ഒരു കാർ i20 കാറാണ് ഇവിടെ വന്ന് സ്ഫോടനം നടത്തുകയും ചെയ്ത്. അത്തരത്തിൽ കാറുകൾ ഒരുപാട് മേടിച്ചു കൂട്ടിക്കൊണ്ട് അത് വിവിധ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കാറുകൾ മേടിച്ചു അത് പൊട്ടിക്കാനുള്ള നീക്കമായിരുന്നു, അതിൽ സ്ഫോടനം നടത്താനുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന വിശദാംശമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഉമറിന്റെയും മുസമ്മിന്റെയും ഡയറികളടക്കം ഈ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്, NIA സംഘം കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പലയിടത്തും ഭീകരവാദ പദ്ധതികളടക്കം ആസൂത്രണം ചെയ്യുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇതിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നവംബർ 8-നും അതോടൊപ്പം തന്നെ 12-നും ഇടയ്ക്ക് ചില കോഡ് ഭാഷകളിൽ വിവിധങ്ങളായ രേഖകൾ, അതുപോലെ വിവിധങ്ങളായ കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അതൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. നേരത്തെ തന്നെ ബാബറി മസ്ജിദ് തകർക്കലിന്റെ വാർഷിക ദിനത്തിൽ ദില്ലി അടക്കമുള്ള ഇടങ്ങളിൽ സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടു എന്ന വിശദാംശങ്ങൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. എന്താണെങ്കിലും വലിയ ആക്രമണത്തിനാണ് ഈ സംഘം പദ്ധതിയിട്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റും അതോടൊപ്പം തന്നെ ഈ സ്ഫോടനത്തിന് പിന്നാലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് NIA സംഘം ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വലിയ പദ്ധതി 32 കാറുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുക, സ്വാഭാവികമായി ഒന്നിലധികം ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്. അരുൺ, ഓക്കെ, താങ്ക് യു.